കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ നല്ല പ്രഭാതത്തിലും ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ആമേൻ നമുക്ക് ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ അവസരത്തിനായി നമുക്ക് നന്ദിയോടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുന്നു, ആമേൻ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എത്ര പേർക്കത് പറയാൻ കഴിയും? ആമേൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എല്ലാ കാലത്തും വാഴ്ത്തും. ദാവീദ് പറയുന്നത് എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. ആമേൻ. ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ. ആമേൻ. ദാവീദിനെ കൊല്ലാൻ പുറകെ നടന്ന ശൗല്, ഒത്തിരി പ്രതിസന്ധികൾ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും ഹല്ലേലൂയ, ദാവീദ് ഈ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, എല്ലാ സമയത്തും ഞാൻ യഹോവയെ വാഴ്ത്തും. ഹല്ലേലൂയ. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദ് കിന്നരം വായിച്ച്, ആമേൻ, സങ്കീർത്തനം വായിച്ച് കർത്താവിനെ എപ്പോഴും സ്തുതിക്കുന്ന ഒരാളായിരുന്നു ദാവീദ്. ഹല്ലേലൂയ. ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അവങ്കലേക്ക് നോക്കിയർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് ദൈവമുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ഹല്ലേലൂയ ദാവീദിൻ്റെ ജീവിതത്തിൽ ലജ്ജിച്ചു പോകാൻ ആമേൻ കർത്താവ് ഇടയാക്കിയില്ല. കാരണം ഹല്ലേലൂയ നമുക്കറിയാം ആട്ടിടയനായിരുന്ന ദാവീദ് ആമേൻ രാജാവായി ഹല്ലേലൂയ മാറിയ ആമേൻ ഒരു രാജസ്ഥാനത്തേക്ക് വന്ന അവസ്ഥയെ നമ്മൾ ആമേൻ കാണുന്നത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ആമേൻ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന കർത്താവാണെന്ന വചനത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് എഴുതിയിരിക്കുക, ദാവീദിൻ്റെ കൂടെ ഇറങ്ങി ആമേൻ ദൂതന്മാർ ഇറങ്ങി ആമേൻ ദാവീദിൻ്റെ അവസ്ഥകളെ മാറ്റിയ ആമേൻ പല സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആമേൻ. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ദൂതന്മാർ ഇറങ്ങും. ഈ കാലത്തിലും ആമേൻ ഹല്ലേലൂയ ദൂതന്മാർ ഇറങ്ങി അത്ഭുതം ചെയ്യുന്ന ഒരു നല്ല ആമേൻ ഹല്ലേലൂയ പകൽക്കാലം, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദൂതന്മാർ ഇറങ്ങട്ടെ. ആമേൻ. അത്ഭുതത്തിൻ്റെ ദൂതന്മാർ, സൗഖ്യത്തിൻ്റെ ദൂതന്മാർ, സമാധാനത്തിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ അവസ്ഥകളുടെ മേൽ, നിങ്ങളുടെ ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ മേൽ കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങട്ടെ. ആമേൻ. ദൂതൻ ഇറങ്ങി അത്ഭുതം ചെയ്യുന്ന ഒരു നല്ല ഹല്ലേലൂയ പകൽക്കാലമായി ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ തക്കോണം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ലൊരു പ്രഭാതയാമം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദാനമായി നൽകിയതിനെ ഓർത്ത് ഇന്ന് രാവിലെ കാലം ഞങ്ങൾ ദൈവനാമത്തിന് മഹത്വം കരേറ്റുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആരോഗ്യത്തോടെ ആമേൻ സൗഖ്യത്തോടും സന്തോഷത്തോടും ഞങ്ങളെ കൊണ്ടുവന്ന് ദയിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ഹല്ലേലൂയ കൂടെ ഇരിക്കുന്ന നല്ല ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവായിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. മെൻമനം യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുതെന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വായിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും ആമേൻ ഇന്ന് രാവിലെ ഞങ്ങൾ നന്ദിയുള്ളവരായി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചില ആമേനെ കേൾക്കുന്ന ചില ജീവിതങ്ങൾ ഹല്ലേലൂയ തലമുറകൾ ആമേൻ അവരുടെ വിഷയങ്ങളുടെ കർത്താവേ അവരുടെ വിഷയങ്ങളുടെ മേൽ ഭാരത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. തലമുറകളുടെ വിദ്യാഭ്യാസം ആമേൻ അതിന് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അതിന്മേലൊരു വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. തലമുറകളുടെ ആമേൻ ഭാവി സംബന്ധമായി ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ ഭവനങ്ങളിൽ മേൽ ദൈവ മഹത്വം ഇറങ്ങട്ടെ. ആമേൻ. തലമുറകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആമേൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ അതിനകത്ത് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആമേൻ അവരുടെ ആമേൻ എല്ലാം ഓപ്പണായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന വഴികൾ, വാതിലുകൾ അവരുടെ ജീവിതത്തിൽ തുറക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. തലമുറകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ തക്ക സമയങ്ങൾ അവർക്ക് വേണ്ട തക്ക തുണകളെ കർത്താവ് ഒരുക്കി അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് തക്ക സമയത്ത് ആമേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുണ്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ കർത്താവെ ആമേൻ അവരുടെ രുചിച്ചറിയാൻ തക്കണം ഈ ദിവസങ്ങൾ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ.
ഹാലലൂയ. മക്കൾക്ക് വേണ്ടി ഹാലലൂയ, പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക തുണകളെ കർത്താവ് ഒരുക്കണമേ. ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി തക്ക തുണകളെ കർത്താവ് ഒരുക്കണമേ. അവരുടെ ഹാലലൂയ തുടർന്നുള്ള എല്ലാ ഭാവി സംബന്ധമായ വിഷയങ്ങളുടെ മേലൊക്കെ ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബങ്ങളിൽ മേൽ ദൈവമഹത്വം ഇറങ്ങട്ടെ. ആമേൻ. അവരുടെ വിഷയങ്ങൾ മേൽ ദൂതന്മാർ ഇറങ്ങട്ടെ. അവരുടെ ഭവനത്തിന് ചുറ്റും ആമേൻ ഹാലലു ദൂതന്മാർ ഇറങ്ങി അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങളുടെ മേൽ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഇറങ്ങുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭവനത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങയുടെ അത്ഭുതകരം നീട്ടപ്പെടട്ടെ. ആമേൻ ഹാലലൂയ. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരുടെ ജീവിതങ്ങൾ വെളിപ്പെടട്ടെ. ആമേൻ ഹാലലു. വിവിധ വിഷയങ്ങൾ, വിവിധ രോഗങ്ങൾ, ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ സൗഖ്യം നടക്കട്ടെ. ആമേൻ. ആർത്രൈറ്റിസിനാൽ ഭാരപ്പെടുന്നവരുടെ മേൽ കർത്താവേ അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനത്തെ അയക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ സൗഖ്യം വെളിപ്പെടാനിടയാകട്ടെ കർത്താവേ. മറ്റ് പലവിധ വേദനകളാൽ ഹാലലൂയ ആമേൻ ഭാരപ്പെടുന്നവർ, നടുവിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവർ, കാലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ അവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് ഹാലലൂയ. ആമേൻ. നിങ്ങളുടെ ഹൃദയം ആമേൻ കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീനെ ഞങ്ങളുടെ വചനമാണല്ലോ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആമേൻ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ തള്ളിക്കളയാത്ത, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുണ്ടെന്ന് ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളെ രുചിച്ചറിയാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ അവിടുന്ന് അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റുന്നതോർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതേക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.